എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ സമീപകാലത്ത് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? ഈ രാമായണം വായിച്ചിട്ട് എന്താണ് ഗുണം? അത് കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഏതോ ഒരു രാമൻ്റെ ഒരു സീതയുടെ കഥ നമ്മളിങ്ങനെ പാടിക്കോളാം, കുത്തിയിരുന്നിങ്ങനെ വായിച്ചോളാം. എന്താണ് അതുകൊണ്ടൊരു നേട്ടം? ആ സമയത്ത് മറ്റെന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അഷ്ടിക്കുള്ള വക കിട്ടില്ലേ എന്നൊക്കെ വിധത്തിലാണ് ആൾക്കാർ ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. രാമായണം എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ആ എവിടെയുണ്ടോ അവിടെ പോയിട്ട് അതിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന അതേപോലെ തന്നെ ചെറിയൊരു വിഭാഗം ആൾക്കാർ ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കാനും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് രാവണനാണ് പ്രിയപ്പെട്ടത്. മാത്രമല്ല, രാമായണം എന്ന് പറയുന്നത് കേൾക്കുന്നത് പോലും അവർക്ക് അലർജിയാണ്. മാത്രവുമല്ല, ഈ ശ്രീരാമനെന്ന് കാണുന്നതോ കേൾക്കുന്നത് പോലോ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു വിഷമമാണ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, എന്തിനാണ് ഈ രാമായണം വായിക്കുന്നതെന്ന്. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ രാമായണം വായിക്കുന്നില്ലേ? നിങ്ങൾക്ക് രാമായണം വായിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നല്ല എന്തെങ്കിലും തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ പോകുന്നു. ഒരു ജോലിക്ക് പോകുന്നു. നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് ശമ്പളം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ജോലിക്ക് പോകുന്നത്. ഇനി അതല്ല, നമ്മൾ മറ്റെന്ത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. പക്ഷേ രാമായണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? പലരും ചോദിക്കുന്നതാണ്, പലരും ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാളത് ചെയ്യാറുമില്ല. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ പല ക്ഷേത്രങ്ങളിലും എത്തി അവിടെ ഒക്കെ പാരായണം ചെയ്യാറുണ്ട്, രാമായണ സത്രം നടത്താറുണ്ട്, രാമായണ സപ്താഹം നടത്താറുണ്ട്. ഇതൊക്കെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം പലരും പറയും, അത് അവർക്ക് അവിടുന്ന് ദക്ഷിണയായിട്ട് പൈസ കിട്ടില്ലേ എന്നാണ് പറയുക. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് എന്തെന്നാ കിട്ടുന്നുണ്ട്? ദക്ഷിണ കിട്ടുന്നുണ്ടോ? വീട്ടിൽ ഇതിനായിട്ട് സമയം കണ്ടെത്തുന്നു, മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ തന്നെ പോകുന്നു. എവിടെയെങ്കിലും സപ്താഹങ്ങളോ സത്രങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പാരായണമോ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വായിക്കാൻ വേണ്ടി നോക്കും. നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് 12 ഉത്തരമാണുള്ളത്. രാമായണം വായിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന 12 കാര്യങ്ങൾ അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നോക്കൂ, നമ്മൾക്ക് മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അവർക്ക് യാതൊരു വിദ്യാഭ്യാസവും വേണ്ട കേട്ടോ. യാതൊരുവിധ വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരും രാമായണം പഠിക്കുന്ന സമയത്തല്ല, നല്ല സരളമായി വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മലയാള ഭാഷ നല്ല ഭംഗിയായിട്ട് സംസാരിക്കാനും നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വായിക്കുമ്പോഴൊന്നും അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. എത്ര കഠിനമായ വാക്കുകളും വായിക്കാനും അതുപോലെ സംസാരിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് രാമായണത്തിലുള്ള ഓരോ വരികളും അങ്ങനെയാണ്. ആ വരികൾ നമ്മൾ പഠിക്കുന്ന സമയത്ത്, രാമായണം വായിക്കുന്ന സമയത്ത് നമ്മൾ തപ്പിത്തടഞ്ഞിട്ടാണ് വായിക്കാൻ പറ്റും. എത്ര പ്രഗത്ഭനായ മലയാള പണ്ഡിതനായാൽ പോലും രാമായണം ഒന്ന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വായിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റാതിരിക്കില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ തെറ്റ് പറ്റിപ്പോയാൽ വിഷമിക്കേണ്ട. കാരണം അത് എല്ലാവർക്കും പറ്റും. എനിക്കൊക്കെ നിരവധി തെറ്റുകൾ പറ്റാറുണ്ട്, ഉറപ്പായിട്ടും. പക്ഷെ അത് മറ്റുള്ളവർക്കത് മനസ്സിലാകില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ, രാമായണം വായിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഭംഗിയായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അക്ഷരസ്ഫുടതയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഈ പദങ്ങൾ മുറിച്ചാണ് നമ്മൾ വായിക്കേണ്ടത്. രാമായണം വായിക്കുന്ന സമയത്ത് നോക്കൂ, അതിൽ കാടിതു കണ്ടായോ നീ താടക വാഴും നിടം എന്ന് പറഞ്ഞൊരു ഭാഗം നോക്ക്. കാടിത് കണ്ടായോ നീ ഈ താടക വാഴുന്നിടം എന്ന് പറഞ്ഞിട്ട് ശരിക്കും അങ്ങനെയാണോ? അല്ല. അവിടെ പദം മുറിച്ചു നിൽക്കട്ടെ. കാടിത് കണ്ടായോ അവിടെ നിർത്തി, നീ താടക വാഴുന്നിടം. അപ്പോഴെന്തായി? കാടിത് കണ്ടായോ എന്ന് കഴിഞ്ഞാൽ അതൊരു വാക്കായി, നീ എന്നായി. മറ്റേത് കാടിത് കണ്ടായോ നീ
അപ്പോൾ അത് വൃത്തികേടായി. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് പദം മുറിച്ച് വായിക്കുന്ന സമയത്ത് നമുക്ക് സ്ഫുടത കൈവരും, കൃത്യമായിട്ട് സംസാരിക്കാനുള്ള സ്ഫുടതയുണ്ടാകും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾക്ക് മനസ്സിലാകാത്തതും പക്ഷെ ഏറ്റവും പവറുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ചില ശബ്ദങ്ങൾക്ക് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത് ചില ശബ്ദങ്ങൾക്ക് പറ്റും എന്ന് പറയുമ്പോൾ ചില ശബ്ദങ്ങൾക്ക് അന്തരീക്ഷത്തെ മലിനമാക്കാനും കഴിയും. അതിൽ നമുക്കറിയാം, ഒരു ശംഖുനാദം ആദിയിൽ ഓംകാരമാണ് ഉണ്ടായതെന്നാണ് എല്ലാ ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശംഖുനാദത്തിലുള്ളത് ഓംകാര മന്ത്രം തന്നെയാണ്. ശംഖുനാദം ഓംകാരത്തിൻ്റെ മറ്റൊരു പതിപ്പാണ്. അപ്പോൾ ഈ ഓംകാരം എന്ന് പറയുന്ന ആ ശംഖുനാദത്തിന് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കഴിവുണ്ട് എന്ന് ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി കഴിഞ്ഞു. അതൊരു നല്ല പ്രചരണമാണ് കിട്ടുന്നത്. ശബ്ദത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിരവധി ശബ്ദശകലങ്ങൾ ഈ രാമായണം വായിക്കുമ്പോഴുണ്ടാകും. അപ്പം നമ്മൾ രാമായണം വായിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം നമ്മൾ നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കണം. അവിടെ എന്താ? അവിടെ ഈ പറയുന്ന അന്തരീക്ഷത്തെ മാത്രമല്ല നമ്മുടെ ഉള്ളിനെയും ശുദ്ധീകരിക്കുന്ന, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശുദ്ധീകരിക്കുന്ന ഒരു ഘടകമാണ് ഈ രാമായണത്തിൽ മുഴുവനുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിലുള്ള 4 അക്ഷരങ്ങൾ, ഈ 4 അക്ഷരങ്ങൾ അന്തരീക്ഷത്തെ നല്ലതുപോലെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ 4 അക്ഷരങ്ങൾ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ആ അക്ഷരങ്ങൾ ഏറ്റവും കൂടുതൽ ശുദ്ധി പ്രക്രിയ ചെയ്യുന്നുണ്ട്. അത് മാനസികമായി വളരെയേറെ ആനന്ദം നൽകുന്നു എന്നുള്ളതാണ്. ആ അക്ഷരങ്ങൾ പ്രധാനമായിട്ടും പ്രധാന മന്ത്രങ്ങളിൽ ഉള്ളതാണ് എന്നർത്ഥം. ഗായത്രിയിൽ, മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രിയുടെ അന്തസാരം പോലും ഈ പറയുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ആ അക്ഷരം ഏതാണെന്ന് നമ്മൾ ആദ്യം നോക്കണം. ആ അക്ഷരം എന്ന് പറയുന്നത് ഒന്ന് ര എന്ന് പറയുന്ന അക്ഷര. ര എന്ന് പറയുന്ന അക്ഷരത്തിന് അത്രയേറെ പവറാണത്. അപ്പോൾ ഓം നമോ നാരായണായ എന്നൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ അതിൽ ഈ ര വളരെ പ്രാധാന്യമായിട്ടുണ്ട്. ഈ ര എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പവർ നൽകുന്ന ഇതാണ്, അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതാണ്. അത് വായിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിക്ക് പോലും അതിൻ്റെതായ പവർ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാ, ഓം നമ ശിവായ ഒക്കെ ജപിക്കുമ്പോൾ ആ മാ പ്രാധാന്യത്തോടു കൂടിയാണ് ജപിക്കുന്നത്. അപ്പോൾ ആ മാ എന്ന് പറയുന്നതും ന എന്ന് പറയുന്ന അക്ഷരം, അതുപോലെ യ എന്ന് പറയുന്ന അക്ഷരം, യ ഒരുവിധം എല്ലാ മന്ത്രത്തിൻ്റെയും അവസാനത്തിൽ ഈ യ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാവും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമ ശിവായ തുടങ്ങിയിട്ടുള്ളതിലൊക്കെ ലാസ്റ്റ് യ എന്ന അക്ഷരം കാണാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ര എന്ന അക്ഷരം, മ എന്ന അക്ഷരം, ര മ, പിന്നെ യ എന്നുള്ള അക്ഷരം, പിന്നെ ണ എന്ന അക്ഷരം. ഈ 4 അക്ഷരം അത്രയേറെ പവർ നൽകുന്നു എന്നാണ്. മാത്രമല്ല അന്തരീക്ഷത്തെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഇല്ലാത്ത വരികൾ രാമായണത്തിലില്ല എന്ന് തന്നെ പറയാം. ഏകദേശം 15,500 ചില്ലാനം വരികളാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിലുള്ളത്. ഈ 15,000 ചില്ലാനം വരികളിൽ എല്ലാ വരികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിക്കിൽ ര എന്നോ അല്ലെങ്കിൽ മാ എന്നോ അല്ലെങ്കിൽ യ എന്നോ അല്ലെങ്കിൽ ന എന്നോ അക്ഷരങ്ങൾ ഉണ്ടാകും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു അക്ഷരം എടുത്തുണ്ടാവും ആ വരിയിൽ, ഉറപ്പാ. പക്ഷെ ഒരു വരിയിൽ മാത്രമില്ല കേട്ടോ. ഒരു വരിയിലൊഴികെ ബാക്കി എല്ലാ വരികളിലും ഈ അക്ഷരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഏതാണെന്ന് വെച്ചാൽ കിഷ്കിന്ധാകാന്ഡത്തിൽ ഹനുമാനും ഇവരൊക്കെ സമുദ്ര തീരത്തെത്തിയിട്ട് അവിടെ സമുദ്രത്തിൽ എങ്ങനെ അക്കരെ കടക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമുദ്ര ലംഘന ചിന്ത എന്ന് പറയുന്ന സ്ഥലത്ത് അവതല്ലാവത് ചിന്തിച്ചു ഖേദിച്ചു ചാപതിന്നെന്തവകാശം കവികളെ എന്ന് പറയുന്ന ആ ഒരു വരിയിലല്ലാതെ മറ്റെവിടെയും ഈ പറയുന്ന അക്ഷരങ്ങൾ ഇല്ലാതിരിക്കില്ല. എല്ലായിടത്തും ഈ അക്ഷരങ്ങളുണ്ട് എന്നർത്ഥം.
അപ്പോൾ ഈ അക്ഷരങ്ങൾ നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ ഈ അക്ഷരങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്നു മാത്രമല്ല നമ്മുടെ മനസ്സിനും ശുദ്ധമാക്കുന്നു. ആ പോസിറ്റീവ് എനർജി നമ്മൾക്ക് ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് വായിച്ചു കഴിയുമ്പോൾ അതാണ് നമുക്കൊരു ആനന്ദം തോന്നുന്നത്. ഈ രാമായണം വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ആനന്ദം തോന്നില്ലേ, അത് ആ ഒരു കാരണത്താലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്തിയോടെ അർത്ഥമറിഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മനസ്സുഖം കിട്ടും. ചില ആൾക്കാർ ഭക്തിയോടെ വായിക്കുമ്പോൾ അതിലിങ്ങനെ ലയിക്കുന്നുണ്ടില്ലേ, ആ മനസ്സുഖം നമുക്ക് മറ്റുള്ള എല്ലാ ദുഃഖങ്ങളെയും നിന്നും അകറ്റി മനസ്സിന് നല്ലൊരു സുഖം ലഭിക്കാൻ അതിന് അർത്ഥമറിഞ്ഞ് ഭക്തിയോടുകൂടി വായിക്കണം. അതിങ്ങനെ നമ്മൾ ലയിക്കണം അതിലേക്ക്. അതാണ് യഥാർത്ഥത്തിലുള്ള രാമായണ പാരായണം. നമ്മൾ പലരും അങ്ങനെയല്ല. നമ്മളിങ്ങനെ ഒരു കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ഇത് വായിച്ച് തീർക്കണം എന്ന് വെച്ചിട്ട് വെപ്രാളപ്പെട്ട് വായിക്കും. അയ്യോ ഇന്ന് ഭഗവാൻ ഇന്ന് ഇത്രയും പേജ് ഉണ്ടല്ലോ, ഇത് എങ്ങനെ തീർക്കുക, ഇന്നലെ പൂർണ്ണമായിട്ടില്ല, ഇന്ന് എങ്ങനെയെങ്കിലും ബാക്കി വാങ്ങോട്ട് വായിക്കണം എന്നെല്ലാം വിചാരിച്ച് പെടച്ചിട്ട് വായിക്കും. എന്നതല്ല, നമ്മളെ സാവധാനത്തിൽ തീർന്നിട്ടില്ലെങ്കിൽ സാരില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ സാവധാനത്തിൽ നിർത്തി നമ്മൾ ആ ലയത്തിൽ അങ്ങ് വായിച്ചു നോക്കിയട്ടെ, നമുക്കൊരു ആനന്ദം കിട്ടും. അപ്പോൾ അതും പണം കൊടുക്കാതെ ഈ രാമായണം വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യമാണ്. ആറാമത്തെ ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ ഈ രാമായണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ മന്ത്രാക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ളതാണെന്ന്. ഈ മന്ത്രാക്ഷരങ്ങൾ ഉയർന്ന ശബ്ദത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വീട്ടിൻ്റെ മുഴുവൻ റൂമുകളിലേക്കും വീടിൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ കേൾക്കത്തക്ക വിധത്തിൽ വായിക്കുമ്പോൾ ആ ചുറ്റുവട്ടത്തുള്ള ദുഷ്ടശക്തികൾ മാറി നിൽക്കും എന്നാണ് പറയുന്നത്. രാമബാണത്തേക്കാൾ ശക്തിയാണ് രാമമന്ത്രത്തിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാമമന്ത്രം ഉയരുന്ന സ്ഥലത്ത് ഭൂതപ്രേത പിശാചുക്കളും അതുപോലെ തന്നെ മാരണം, ആവിചാരം, കൂടോത്രം എന്നിവയൊന്നും തന്നെ അടുക്കില്ല, ആ പരിസരത്തെത്തില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ദൂരെ മാറി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ് അത്. അതുകൊണ്ടാണ് നമ്മളെ വീടുകളിൽ പണ്ട് കാലങ്ങളിൽ പറയുന്നതെന്ന് അറിയാം, നിങ്ങൾ സന്ധ്യയ്ക്ക് രാമനാമം ജപിക്കൂ എന്ന് പറഞ്ഞത്. അവിടെ ആകെ 2 അക്ഷരം ഉപയോഗിക്കുന്നത്, രാമ 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 പാഹിമ. ആ 2 അക്ഷരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 2 അല്ല, അവിടെ 4 അക്ഷരമാണ് നമ്മൾ രാമായണത്തിലൂടെ നമ്മൾ പാടി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഏഴാമത്തെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നറിയാം. ശരിക്കും രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ തത്വം കൂടി അറിഞ്ഞു എന്നിരിക്കട്ടെ. തത്വം അറിഞ്ഞ് വായിക്കൽ വളരെ വിഷമുള്ള കാര്യമാണ്. അതിനെന്താ വേണ്ടത് വെച്ചാൽ രാമായണ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങൾ തന്നെ രാമായണ ക്ലാസ് ഉണ്ട്. ആധ്യാത്മികം സനാതനം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതിൽ നിറയെ തത്വങ്ങളാണ്. ഈ തത്വങ്ങൾ അറിഞ്ഞ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ബന്ധുഫലം കൂടും എന്നാണ് പറയുന്നത്. കാരണം ബന്ധുഫലം കൂടും എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മൊത്തം മാറ്റം വരും. ഈ തത്വങ്ങൾ അറിയുമ്പോൾ നമ്മളത് ജീവിതത്തിൽ പകർത്തും. നമ്മൾ വെറുതെ വായിക്കലല്ല, അത് വായിച്ച് അതിൻ്റെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് ജീവിതത്തിൽ പകർത്തും. അപ്പോഴെന്തായി, നമുക്ക് ബന്ധുബലം കൂടും, ബന്ധുക്കളുടെ എണ്ണം കൂടും. കാരണം വെച്ചാൽ നമ്മുടെ സ്വഭാവം മൊത്തം പാടേ മാറി മറിയും. നമുക്കെന്നുള്ള ഈ പിടിവാശിയൊന്നും ഉണ്ടാകില്ല. എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുകയുള്ളൂ. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്നതോടും എന്താ വെച്ചാൽ നമുക്ക് ബന്ധുക്കളുടെ എണ്ണം കൂടും എന്നർത്ഥം. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. രാമായണം വായിക്കുന്നതൊക്കെയുള്ള പ്രത്യേകത. രാമായണം വായിക്കുന്ന ആൾ സ്ഥിരമായിട്ട് ആ അർത്ഥവും തത്വങ്ങളൊക്കെ അറിഞ്ഞ് വായിച്ച ആൾക്കാർ എല്ലാ സ്ഥലത്തും ബന്ധുക്കളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക, എവിടെ പോയി കഴിഞ്ഞാലും. അതുപോലെ തന്നെ 8ാമത്തെ കാര്യം, ഈ രാമായണം വായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരായി തീരും, പക്ഷി മൃഗാദികൾ പോലും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാമായണ തത്വം അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാത്തിലും രാമനുണ്ട് എന്ന്, എല്ലാത്തിലും നാരായണനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ പക്ഷി മൃഗാദികളിൽ പോലും ആ നാരായണനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വനയാത്ര നടത്തുന്ന ശ്രീരാമചന്ദ്രൻ്റെ ആ ജീവിതയാത്രയിൽ മനുഷ്യന്മാരായിട്ട് മാത്രമല്ല ബന്ധം സ്ഥാപിച്ചത്, അസുരന്മാരെ, പക്ഷികളെ, മൃഗങ്ങളെ എന്ന് വെച്ചാൽ കരടിയുണ്ട്, ജാമ്പവാൻ, കുരങ്ങന്മാരുണ്ട്, അതും മൃഗത്തെപ്പെടുന്നതാണ്. അതുപോലെ വനവാസികളായ ആൾക്കാരെ, ഋഷിമാരായ ആൾക്കാരെ, അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ. എല്ലാവരെയും സ്നേഹത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാട്ടാളനായിട്ടുള്ള നിഷാദ രാജാവായിട്ടുള്ള ഗുഹനെയും ശബരിയെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ജടായുവിനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും അസുരനായിട്ടുള്ള വിഭീഷണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന അവസരത്തിൽ അവരിലൊക്കെ നന്മയുടെ വിത്തുണ്ടാക്കി കൊടുക്കാൻ ശ്രീരാമചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ രാമായണം വായിക്കുന്ന നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരിൽ നന്മയുടെ അംശമുണ്ടാക്കി കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നന്മയുടെ വിത്തുണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലതുപോലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി തീരാൻ ഇവർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. 9ാമത്തെ കാര്യം എന്താ വെച്ചാൽ അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. രാമായണം അർത്ഥമറിഞ്ഞ് തത്വമറിഞ്ഞ് വായിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. കാരണം അവർക്കൊരു പ്രയാസവും ഉണ്ടാകില്ല എന്നർത്ഥം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ആര് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എടുത്തു പറയണം, എൻ്റെ ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടിയാണ് ഞാൻ രാമായണം വായിക്കുന്നത്. രാമായണം വായിച്ചാൽ സന്തോഷകരമാകുമോ? 100% സന്തോഷകരമാകും. എങ്ങനെയാണ്? അവിടെ ഈ രാമായണത്തിൽ ഉള്ളൊരു പ്രത്യേകത അറിയാം. അവിടെ എല്ലാ സമയത്തും ശ്രീരാമനാവട്ടെ ഭരതനാവട്ടെ, ഭരതന് തൻ്റെ സ്വത്ത് രാജ്യം മുഴുവൻ കിട്ടിയിട്ടും രാജ്യം വേണ്ട, അതെൻ്റെ ഏട്ടന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ശ്രീരാമചന്ദ്രൻ? തനിക്ക് കിട്ടിയിട്ടുള്ള രാജ്യം അവകാശം നാളെ രാജാവായിക്കോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ തന്നെ പറഞ്ഞു, നീ എന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് നീ രാജാവായിക്കോളൂ എന്ന് പറയുന്നു. എന്നിട്ട് പോലും അച്ഛനൊരു വിഷമവും ഉണ്ടാവാൻ പാടില്ല, അച്ഛൻ്റെ വാക്ക് പാലിക്കപ്പെടണം എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ശ്രീരാമചന്ദ്രൻ വനയാത്ര പോകുന്നത്. അച്ഛനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അച്ഛൻ്റെ സന്തോഷത്തിൽ. അതേപോലെ തന്നെയാണ് ഈ ഭരതന് കിട്ടിയ സ്വത്ത് മുഴുവൻ തന്നെ എനിക്ക് വേണ്ട, കാരണം ഇത് ഏട്ടൻ്റെ സ്വത്ത് ഞാൻ അടിച്ചുകൊടുത്തു എന്ന് ഒരിക്കലും പറയാനിട വരരുത്, അതുകൊണ്ട് അത് ഏട്ടന് അവകാശപ്പെട്ടതാണെന്ന് കരുതിക്കൊണ്ട് ഏട്ടന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്ന ഭരതനെ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ജ്യേഷ്ഠൻ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആ വനത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ആ ബുദ്ധിമുട്ടുകൾ ഞാൻ ഉണ്ടെങ്കിൽ കുറെ പരിഹരിക്കാൻ പറ്റുമെന്ന് കരുതി ആ സഹോദരനെ സ്നേഹിച്ച്, സഹോദരൻ്റെ കഷ്ടപ്പാടാണ്, സഹോദരൻ വലിയൊരു ദുരിതത്തിലേക്കാണ് പോകുമ്പോൾ ആ ദുരിതത്തിൽ ഞാൻ താങ്ങായി നിൽക്കണമെന്ന ചിന്തയോടുകൂടി പോകുന്ന ലക്ഷ്മണനെ നമുക്ക് കാണാൻ കഴിയും. ഭർത്താവിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ അരികത്തിരുന്ന് ശുശ്രൂഷിക്കാൻ ഭാര്യ ഉണ്ടാകണമെന്ന ചിന്തയോടുകൂടി, അത് വലിയ ദുരിതത്തിലേക്കാണ്, ഭർത്താവിന് കഷ്ടപ്പാടാണ്, ദുരിതമാണ് ഇനിയുള്ളത്, ആ സമയത്ത് ഏറ്റവും അടുത്തിരിക്കേണ്ടത് ഭാര്യയാണെന്ന് ചിന്തിച്ചു പോകുന്ന സീതയെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വനത്തിലേക്ക് പോകുന്ന ലക്ഷ്മണനോട് ശ്രേഷ്ഠമായ ഉപദേശം കൊടുത്തിട്ടുള്ള സുമിത്രയെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ തന്നെ ആർക്കും സ്വാർത്ഥതയില്ല, ആർക്കും സ്വാർത്ഥതയേ ഇല്ല. ഒരാൾക്കുണ്ടായിരുന്നു സ്വാർത്ഥത, ആര്? കൈകേയി. ആ കൈകേയെ നമ്മൾ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു തരുന്നു. ആ കൈകേയെ പോലുള്ള ആൾക്കാരെ നമ്മൾ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തുകയാണെങ്കിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തുകയാണെങ്കിൽ, മന്ദരയെ പോലെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തുകയാണെങ്കിൽ, ഇത്തരത്തിൽ നമ്മുടെ ജീവിതം സ്വർഗതുല്യമാക്കാൻ പറ്റും, സന്തോഷകരമാക്കാൻ പറ്റും. കാരണം നമുക്കൊന്നിനോടും ആർത്തിയില്ല. ആർത്തി ഉണ്ടാകുന്നില്ലല്ലോ. എവിടെ ആർത്തിയുള്ളത്? നമുക്കൊന്നിനോടും ആർത്തിയില്ല. എല്ലാത്തിനോടും തുല്യഭാവം, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നു. ഗുഹനെ സ്നേഹിക്കുന്നു, ശബരിയെ സ്നേഹിക്കുന്നു, സുഗ്രീവനെ സ്നേഹിക്കുന്നു, ഹനുമാനെ സ്നേഹിക്കുന്നു. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത് രാമായണം. രാമായണം സ്നേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. രാമായണം സന്തോഷത്തിൻ്റെ ഗ്രന്ഥമാണ്. അതാണ് അവിടെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ത്യാഗം സഹിക്കാൻ തയ്യാറാണെന്ന് ശ്രീരാമനും ഭരതനും അതേപോലെ തന്നെ ലക്ഷ്മണനും സീതയും നമ്മുടെ കൗസല്യാദേവിയും ഒക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി. അങ്ങനെ നമ്മൾക്ക് എപ്പോഴാണോ ചിന്തിക്കാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ത്യാഗം സഹിക്കാൻ തയ്യാറാവും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതവും സന്തോഷപൂരിതമാക്കും. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും അത്തരത്തിൽ വന്നിരിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും രാമായണം വായിച്ച് ആ തത്വം മനസ്സിലാക്കിയിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അവരാരും തന്നെ നമുക്ക് ശത്രുക്കളായി തീരില്ല. അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. 10ാമത്തെ കാര്യമായിട്ടുള്ള ശത്രുക്കൾ നമുക്കുണ്ടാകില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന അവസരത്തിൽ പിന്നെ എവിടെയാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുക? അവരുടെ സ്വത്ത് നമ്മൾ തട്ടിയെടുക്കുന്നില്ല എങ്കിൽ, അവരുടെ സുഖം നമ്മൾ ഇല്ലാതാക്കുന്നില്ല എങ്കിൽ, അവരുടെ ദുരിതത്തിൽ നമ്മൾ പങ്കാളിയാകുന്നുണ്ടെങ്കിൽ, അവർക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ അവർക്ക് സഹായിയായി നമ്മൾ വർത്തിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ എവിടെയാണ് നമ്മൾക്ക് വിഷമം ഉണ്ടാവുക? നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവൂ.
രാമായണം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും രാമായണം വായിക്കുന്നു, എല്ലാവരും രാമായണ തത്വം മനസ്സിലാക്കുന്നു എങ്കിൽ നമ്മുടെ കുടുംബം സന്തോഷപൂരിതമാകും. മുഴുവൻ സന്തോഷം നിറഞ്ഞ് നമ്മുടെ കുടുംബം മാത്രമല്ല, നമ്മളായി ബന്ധപ്പെടുന്ന ആൾക്കാരെല്ലാം സന്തോഷപൂർണ്ണമാകും. നമ്മളോട് ആർക്കും ശത്രുത ഉണ്ടാകില്ല എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. കാരണം എന്താ, നമ്മൾ ആ തരത്തിലെ എല്ലാവരെയും കാണുന്നത്, എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നു, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അവർക്ക് നമ്മളോട് സ്നേഹമല്ലേ ഉണ്ടാവും. രാമായണം വായിക്കുന്ന ആൾക്കാർ വെറുതെ രാമായണം വായിച്ച് പോകേണ്ടതല്ല, അതിൻ്റെ അകത്തളങ്ങളിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന അവസരത്തിൽ നമുക്ക് എന്തുണ്ടാകും? ശ്രേഷ്ഠമായ സന്തോഷകരമായ ഒരു ജീവിതമുണ്ടാകുന്നു. മാത്രമല്ല 11ാമത്തെ കാര്യമായിട്ട് അടുത്ത ജന്മത്തിൽ നമുക്ക് ശ്രേഷ്ഠമായിട്ടൊരു പുനർജന്മം കിട്ടും. കാരണം ഈ ജന്മത്തിൽ നമ്മൾ ആരെയും ദ്രോഹിക്കാതെ, അതുപോലെ തന്നെ എല്ലാവർക്കും സഹായം ചെയ്ത്, എല്ലാവരെയും സ്നേഹിച്ച്, ഞാൻ കാരണം മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കി, ഞാൻ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുനർജന്മമാണ്. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു പുനർജന്മം ലഭിക്കാൻ രാമായണം ഉത്തമമാണ്. അപ്പോൾ രാമായണം നമ്മൾ വായിക്കുന്നുണ്ട്, എന്താ ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും. നമുക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല, കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, നല്ലൊരു പുനർജന്മമുണ്ടാകും. മാത്രമല്ല വീടിൻ്റെ പരിസരവും ചുറ്റുവട്ടവും ഒക്കെ തന്നെ ശുദ്ധമായ അന്തരീക്ഷമുണ്ടാകും. ദുഷ്ടശക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വരില്ല. ഇതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ സന്തോഷമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. കുടുംബം സ്വർഗ്ഗതുല്യമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവരോട് പറയേണ്ടത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അർത്ഥമറിഞ്ഞ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം സന്തോഷപൂരിതമാകും. ഏട്ടൻ്റെ സ്വത്ത് അനിയൻ തട്ടിയെടുക്കില്ല, അച്ഛൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് പിടിവലി കൂടില്ല, മക്കൾ തമ്മിൽ അടിക്കില്ല, അയൽവാസികൾ തമ്മിൽ അടിക്കില്ല. കാരണം എന്താ? ആർത്തിയില്ല. അതോടൊപ്പം തന്നെ സ്നേഹമാണ് പ്രധാനം. അവർക്ക് എന്താണോ സഹായം ചെയ്യാൻ പറ്റുക അത് ചെയ്തു കൊടുക്കാനുള്ളൊരു നല്ലൊരു മനസ്സ് നമുക്കുണ്ടാകും. നമ്മളൊരു സഹായം അവർക്ക് ചെയ്യുമ്പോൾ 10 സഹായം അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതും അതിൻ്റെ പ്രത്യേകതയാണ്. ഏതായാലും ഈ രാമായണത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. പരമാവധി ആൾക്കാർ രാമായണം വായിക്കട്ടെ. കൃത്യമായി രാമായണം വായിക്കുന്ന ആൾക്കാർക്ക് ആ സന്തോഷമുണ്ടാകും. നിങ്ങൾ രാമായണം വായിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഗുണം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.